നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനൊരുങ്ങി സൗദി. 2 ഡോസ് വാക്സിൻ എടുത്തേ മതിയാകൂ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുമ്പോഴും പ്രതിരോധ നടപടി എന്നോണം ചില നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൗദി. ഒക്ടോബർ 10 മുതൽ സൗദിയിൽ 2 ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് പുറത്തിറങ്ങാൻ അനുമതിയുണ്ടാകില്ല എന്ന അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നേരത്തെ 1 ഡോസ് എടുത്തവരും 2 ഡോസ് എടുക്കണം. ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച 2 ഡോസ് വാക്സിൻ ഒക്ടോബർ 10 മുൻപ് എല്ലാവരും എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ തീയതി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് ചുരുക്കം. സൗദിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ, ടാക്സികൾ, പൊതുവാഹനങ്ങൾ, വിമാനം, ട്രെയിൻ സർവീസ് തുടങ്ങി എല്ലായിടത്തും പ്രവേശിക്കാനും ഇനി മുതൽ 2 ഡോസ് വാക്സിൻ നിർബന്ധമാണ്. എന്നാൽ തവക്കലിനായിൽ ഇളവ് അനുവദിക്കപ്പെട്ടവർക്ക് ഇളവ് നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സൗദിയിൽ ഇന്നലെ 45 പേർക്കാണ് കോവിഡ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. 3 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിലെ അസുഖബാധിതരിൽ 48 പേർ സുഖം പ്രാപിച്ചു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,47,179 ആയി. ഇതിൽ 5,36,226 പേരും രോഗമുക്തരായവരാണ്. ആകെ മരണസംഖ്യ 8,719 ആയി ഉയർന്നു. രോഗബാധിതരിൽ 210 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 98%, മരണനിരക്ക് 1.6% തുടരുകയാണ്. വിവിധ പ്രവിശ്യകളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്ത രോഗികളുടെ എണ്ണം കൂടി നോക്കാം. റിയാദ് 8, ജിദ്ദ 7, തബൂക്ക് 3, അൽ അസിയ 2, മക്ക 2, ദഹ്റാൻ 2, യാദമ 2, മറ്റ് 18 സ്ഥലങ്ങളിൽ ഓരോ വീതം രോഗികൾ. ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാതെ എല്ലാവർക്കും 2 ഡോസ് വാക്സിൻ ഉറപ്പാക്കാനാണ് സൗദി പുതിയ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. സൗദി അറേബ്യയിൽ ഇതുവരെ 42,12,04,424 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.